എത്തുന്ന കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റക്കും കൂട്ടമായിട്ടുമൊക്കെ ചുരുങ്ങിയ ചെലവിൽ ഇന്ത്യ കാണാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാർ നോർത്ത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമായ ഭക്ഷണവും താമസവും ലഭിക്കുന്നതിന് വേണ്ടി സിഖുകാരുടെ ഗുരുദ്വാരകൾ അന്വേഷിച്ചു പോകാറുണ്ട്. എല്ലാ സിഖുകാരുടെ ഗുരുദ്വാരകളിലും ഉള്ളതുപോലെ അമൃതസറിലെ ഗോൾഡൻ ടെമ്പിളിലും സൗജന്യമായി ഭക്ഷണവും താമസവും നൽകി രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഊട്ടുകയും ഉറക്കുകയും ചെയ്യുന്ന സൗഹാർദ്ദത്തിന്റെ ദൃശ്യം നമുക്കവിടെ പോയാൽ കാണാം. ആ ക്ഷേത്രത്തിലെത്തുന്ന സന്ദർശകരോട് ഗോൾഡൻ ടെമ്പിളിന്റെ അധികാരികളായ സിഖ് മത സഹോദരന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, യേ മന്ദിർ ജിത്നാ ഹമാരാ ഹേ ഉത്നാ ആപ്കാ ഭി ഹേ. ഈ മന്ദിരം എത്രത്തോളം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള മന്ദിരമാണ്. ഇവിടെ പ്രിയപ്പെട്ട സ്വാമിജി ഇരിക്കുന്നുണ്ട്. ഹൈന്ദവ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ചാർധം പിൽഗ്രിമേജ് എന്ന് പറയുന്ന ഇന്ത്യയുടെ 4 ഭാഗങ്ങളിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ സന്ദർശിക്കുന്ന ഒരു വലിയ തീർത്ഥാടനമുണ്ട്. ദക്ഷിണേന്ത്യയിലെ രാമേശ്വരം ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, കിഴക്ക് പുരി ജഗന്നാഥ പോലെ ഇന്ത്യയുടെ വടക്കു ഭാഗത്തേക്ക് പോയാൽ ഹിമാലയ സാനുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രിനാഥ് എന്ന് പറയുന്ന ക്ഷേത്രം കൂടി സന്ദർശിക്കുമ്പോഴാണ് ഈ ചാർധം തീർത്ഥാടനം പൂർത്തമാകുന്നത്. ബദ്രിനാഥ് ക്ഷേത്രത്തിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 3300 മീറ്റർ ഉയരമുണ്ട്. അത്രയും ഉയരത്തിലേക്ക് വളരെ ക്ലേശിച്ച് കയറി ചെല്ലുന്ന ഭക്തന്മാരായ വിശ്വാസികൾ സ്വീകരിക്കുന്നത് ആരതി പാടിക്കൊണ്ടാണ്. അവിടെ പാടുന്ന ആ മനോഹരമായ പാട്ടുകേട്ടാൽ നമ്മൾ ഒരുപക്ഷെ അതിശയപ്പെട്ടു പോകും. പവന് മന്ത് സുഗന്ധ ശീതൽ ഹേമ മന്ദിർ ശോഭിതം. ആ പാട്ടിനൊരു പ്രത്യേകമായ താളമുണ്ട്. പവന് മന്ത് നിഗന്ധ ശീതൽ ഹേമ മന്ദിർ ശോഭിതം നിഗഡ് ഗംഗ ബഹത് നിർമ്മൽ ബദ്രിനാഥ വിശ്വംഭരം ശ്രീ ബദ്രിനാഥ വിശ്വംഭരം. ഈ താളത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഇസ്ലാമിക ഗീതം പോലെ, മാപ്പിളപ്പാട്ടുപോലെ തോന്നുന്ന താളത്തിലാണ് ബദ്രിനാഥ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാരെ അവിടുത്തെ പൂജാരിമാർ സ്വീകരിച്ച് ആനയിക്കുന്നത്. ആ താളം ഇങ്ങനെ വെറുതെ യാദൃച്ഛികമായി ഒത്തുവന്നതല്ല.